എൻ്റെ പേര് അനുഷ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓൺലൈൻ വഴിയായിരുന്നു. അത് ഒരു 2022 ജൂലൈ 28-ാം തീയതിയായിരുന്നു. ഞാൻ സൗദിയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഞാൻ OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടുത്ത ഒരു മാനസിക ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കാരണത്താൽ എനിക്ക് ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കൂട്ടുകാരി ചേച്ചിയാണ് എന്നെ വിളിച്ച് ചോദിക്കുക, എന്ത് പറ്റി, നീ എന്താ ക്ലാസ്സിൽ കയറാത്തത്, അങ്ങനെ ചോദിക്കുകയും ചേച്ചിയോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒരു ഉടമ്പടി എടുക്കുക, നിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും, കൃപാസനത്തിൽ പോ എന്ന് പറഞ്ഞു. എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു കൃപാസനം എന്തെന്നോ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിനെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് എങ്ങനെ ഉടമ്പടി എടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അതേസമയം എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതിന് ഓൾറെഡി ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബർ 1-ാം തീയതിക്ക്. ഞങ്ങളുടെ ഈ മാനസിക ബുദ്ധിമുട്ടുകളിൽ കൂടി ആയിരുന്നെങ്കിൽ പോലും മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ വീടിൻ്റെ പാലുകാഴ്ച നടത്താനാണെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു സാമ്പത്തികമല്ല മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് കരകയറാനായിട്ടും സാധിച്ചത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എല്ലാവരെയും വിളിച്ചൊരു പാലുകാഴ്ച നടത്താമെന്നോ, അല്ലെങ്കിൽ അത്രയും നല്ല ഒരു രീതിയിൽ നടത്താൻ. വീടിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടേ ഇല്ലായിരുന്നു. എല്ലാവരും വരുന്നവരൊക്കെ എന്നോട് ചോദിക്കായിരുന്നു, നീ എങ്ങനെ പാല് കാച്ചും, വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, എങ്ങനെ കാച്ചാനാണ് എന്ന രീതിയിൽ കൂടെ എല്ലാവരും ചോദിക്കുമ്പോൾ പോലും എനിക്കെന്തോ ഒരു വിശ്വാസമായിരുന്നു. ഞാൻ വിളിക്കുന്ന ദൈവം എനിക്കത് നടത്തി തരുമെന്ന് എനിക്കൊരു ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. അതേ ദിവസം തന്നെ എനിക്ക് പാല് കാച്ചാനായിട്ട് അമ്മ എന്നെ സഹായിച്ചു. അതും ഒരു 10-200ഓളം പേരെ വിളിച്ച് നല്ല രീതിയിൽ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്കത് നടത്തി തന്നു അമ്മ. അതിനുശേഷം ആ ഒരു ഉടമ്പടി കഴിഞ്ഞു പോയെങ്കിൽ പോലും ഞാൻ ഫാസ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ആഴ്ചയിലേ എടുക്കുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമായിരുന്നു, സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു ദിവസം എനിക്ക് വീണ്ടും ഒരാൾ എന്നെ ഇങ്ങനെ പത്രം കൊണ്ട് തന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഇതെന്താ അമ്മ എന്നെ തിരിച്ച് വിളിക്കുന്നല്ലോ എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു വിളിക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അളിയൻ ഇങ്ങനെ എന്തോ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ ഇൻഡൈജഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പുള്ളിക്ക് ഒട്ടും വയ്യ എന്നൊക്കെ അറിയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനു വേണ്ടിയായിരിക്കും ഒരു പക്ഷേ മാതാവ് എന്നെ തിരിച്ച് വിളിച്ചതെന്ന് കരുതി ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ പിറ്റേന്ന് പുള്ളിക്ക് CT എൻഡോസ്കോപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അമ്മയോട് ഞാൻ ആദ്യത്തെ നിബന്ധനയായിട്ട് വെച്ചത്, എനിക്ക് നിയോഗമായിട്ട് വെച്ചത്, എനിക്ക് നാളത്തെ റിപ്പോർട്ട് വരുമ്പോൾ പുള്ളിക്ക് ഒരു ഓപ്പറേഷനോ അല്ലേ അങ്ങനെ ഒന്നും കൂടാതെ കണ്ട് അമ്മ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് ആ ഒരു രോഗത്തിന് സൗഖ്യം കൊടുക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ പിറ്റേന്ന് റിപ്പോർട്ട് വന്നപ്പോൾ അതുപോലെ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, ഇത് അമ്മയാണ് ചെയ്തതെന്ന് അറിയാൻ എനിക്കൊരു അടയാളം കൂടി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിറ്റേന്നത്തെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ആയിരുന്നു. ആ സ്റ്റോൺ ഇരുന്ന ഭാഗത്ത് അതിങ്ങനെ തട്ടി നീക്കിയതുപോലെയാണ് ഇരിക്കുന്നത്, അവിടെ സ്റ്റോൺ ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു ഈ ഒരു അനുഗ്രഹത്തിനായിട്ട്. ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛന് കൈക്ക് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവുകയും സർജറി നടത്തണമെന്നും ഒക്കെ പെട്ടെന്ന് പറയുകയും ഞങ്ങൾ ആ ഒരു സർജറി നടത്തുകയൊക്കെ ചെയ്ത് കൈകൊണ്ട് ജോലി, അച്ഛനിങ്ങനെ പശുവിനെ വളർത്തുകയും റബ്ബർ വെട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്ന് അച്ഛനെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അച്ഛൻ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞാനിങ്ങനെ എല്ലാ ആഴ്ചയിലും അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴൊക്കെ അച്ഛൻ പറയും, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, എവിടെയാണോ രോഗമുള്ളത് അവിടെ കൈവച്ച് തടവുകയോ തൂക്കുകയോ ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. ഞാൻ അതുപോലെ ചെയ്യുമായിരുന്നു. ഇന്ന് എൻ്റെ അച്ഛന് ഒരു കുഴപ്പവും കൂടാതെ എല്ലാ ജോലിയും ചെയ്ത് നടക്കുന്നു. അതുപോലെ തന്നെ പശുവിനെ വളർത്തുന്നുണ്ട്, റബ്ബർ വെട്ടാനും എല്ലാ കാര്യങ്ങൾക്കും പോകുന്നുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അധികം ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ ഒക്കെ എടുത്തപ്പോഴും പറഞ്ഞത്, ഒരു കൈക്ക് വന്നെങ്കിൽ അടുത്ത കൈക്കും താമസിക്കാതെ വരും, അതിനും സർജറി ചെയ്യേണ്ടി വരുമെന്നൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ഇന്ന് വരെ അച്ഛന് പിന്നീട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്കും
ഈശോയ്ക്ക് ഒരുപാട് നന്ദി. അതുപോലെ എന്നെ സംബന്ധിച്ച് എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖമുണ്ട്. അത് പാരമ്പര്യമായിട്ടുള്ളതുമാണ്. അമ്മയ്ക്കും അമ്മയുടെ സഹോദരിമാർക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. ന്യൂറോയുടെ മെഡിസിൻസ് എടുത്തിട്ടുണ്ട്. അത് ഒത്തിരി എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ന്യൂറോയുടെ മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് കൺസീവ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് 6 മാസം മുന്നേ ഈ മെഡിസിൻസൊക്കെ നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്തെ മരുന്നൊക്കെ നിർത്തി. പിന്നെ ആയുർവേദം നോക്കി, നസ്യം ചെയ്തു, ഹോമിയോയുടെ, യുനാനി മെഡിക്കൽ, ഒത്തിരി മരുന്നുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. ഈ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് 3-4 ദിവസത്തോളം എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ആ ഒരവസ്ഥയായിരുന്നു. എപ്പോൾ ഛർദിലും ഒക്കെ ആയിട്ട് മിക്ക ദിവസവും ട്രിപ്പിട്ട് കിടക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ ആണെങ്കിലും ടാബ്ലറ്റുകൾ, ഡൈക്ലോഫിനാക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു ഞാൻ ആ ഒരു സമയമൊക്കെ സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് 1 വർഷത്തോളമായി അങ്ങനെ ഒരു തലവേദന വന്നിട്ടേ ഇല്ല. അമ്മയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിലൊന്നും വെച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡൊന്നും ഇതിനോട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ആഴ്ചയിലും ധ്യാനം കൂടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ വിശ്വാസം തോന്നണേ അമ്മേ, വിശ്വാസം കൊടുക്കണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു ഫലമായിട്ട് ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ അങ്ങ് പോയാൽ മതി, ഞാൻ എന്തിനാണ് വരുന്നത് എന്നാണ് എന്നോട് ചോദിച്ചത്. പിന്നെ ഓരോ ആഴ്ചയിലും ധ്യാനം കൂടി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നത്തെ പ്രാവശ്യമായപ്പോൾ എന്നോട് പറഞ്ഞു, നീ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് പുള്ളി നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഖത്തറിൽ ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ തിരിച്ച് വിളിക്കുകയും അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും പുള്ളിക്ക് പോകുന്നതിന് മുന്നേ എങ്ങനെയും ഇവിടെ വരണമെന്നൊക്കെ ഒരാഗ്രഹം തോന്നി. പുള്ളി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വന്നേച്ച് പോവുകയേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പുള്ളി ഉടമ്പടി എടുത്തു. അന്ന് മാതാവിനെ എടുക്കാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ പുള്ളിക്കും അതൊരു വിശ്വാസമായി. പിന്നീട് പുള്ളി ഒത്തിരി എന്നിട്ട് പുള്ളി ഖത്തറിൽ ചെന്നതിന് ശേഷമാണേലും പുള്ളിയോട് അവിടെ ഇവിടുന്ന് ഓൾറെഡി മെഡിക്കലൊക്കെ കഴിഞ്ഞേച്ചാണ് പോയത്. അവിടെ ഇനി മെഡിക്കലൊന്നും ഉണ്ടാകില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ അവിടെ വെച്ച് മെഡിക്കൽ നടത്തി. അതിനകത്ത് പറഞ്ഞ് പുള്ളിക്ക് ഇങ്ങനെ ആസ്മയുടെ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഗ്യാസിൻ്റെ കമ്പനിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ്, ഇതിൽ ഇങ്ങനെ ആസ്മയുള്ളവരെ ഒന്നും ഇവിടെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പുള്ളി ഡിസ്ക്വാളിഫൈഡായി. അങ്ങനെ നിന്ന സമയത്ത് പക്ഷേ പുള്ളിയാണേലും അതിനെ ഒരു നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി എടുത്തത്. ഞാനാണെങ്കിലും അങ്ങനെ തന്നെ, മാതാവ് എന്തെങ്കിലും നല്ല ഒരു നന്മയ്ക്കായിട്ടായിരിക്കുമെന്ന് ഞാനും പറഞ്ഞു, പുള്ളിയും പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അടുത്ത വേറൊരു അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചിലേക്ക് ജോലി കിട്ടുകയും, ആദ്യം കിട്ടിയിടത്താണെങ്കിൽ പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളായിരുന്നു. ഇപ്പം നിൽക്കുന്നിടത്താണെങ്കിൽ രാവിലെ 6 മണിക്കൊക്കെ പോയാൽ 4 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരത്തക്ക രീതിയിലുള്ള ജോലിയാക്കി കൊടുത്തു മാതാവ്. ഒരുപാട് അതിലൂടെ നേരത്തെ നിന്നിടത്ത് ഫുഡിനും അക്കോമഡേഷനും ഒക്കെ പൈസ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അതൊന്നും കൊടുക്കണ്ട. അങ്ങനെ മാതാവ് ഞങ്ങളുടെ നന്മയ്ക്കായിട്ടായിരുന്നു അത് ചെയ്തു തന്നതെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് സംഭവിച്ചു. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പോഴും എല്ലാ ആഴ്ചയിലും ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. അതൊക്കെ എന്നെ ഇങ്ങനെ എൻ്റെ കൂടെ ഉള്ള ഓരോരുത്തർ പഠിപ്പിച്ചതാണ്. എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ വചനങ്ങൾ കേൾക്കാനാണെങ്കിൽ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുകയും മറ്റുള്ളവരോടാണെങ്കിലും നല്ല രീതിയിൽ പെരുമാറാനൊക്കെ എനിക്കൊരു കൃപ ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു കുഞ്ഞു കാര്യങ്ങളിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ, മാതാവിൻ്റെ ആ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോരോ നിമിഷവും എന്തൊരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് എനിക്ക് തിരിച്ചറിയാൻ കഴിയും മാതാവിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അന്നദാനങ്ങളാണെങ്കിലും അതുപോലുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അടുത്ത ആഴ്ച അതും മാതാവിൻ്റെ ഒരു കൃപയെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് വരെ ഞങ്ങൾ ആ നാട്ടിൽ താമസിച്ചിട്ട് ഞങ്ങളോട് വന്നേച്ച് ആരും ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ അന്നദാനം നടത്താമോ എന്ന് ചോദിച്ചു. അതും മാതാവിൻ്റെ കൃപയായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ദൈവമാതാവിനും തിരുമുകുമാരനും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ എല്ലാവിധ നന്ദിയും ആദ്യം തന്നെ അറിയിക്കുന്നു. എൻ്റെ പേര് അനീഷ്. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. അനുഷ എൻ്റെ വൈഫാണ്. അനുഷ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നോട് ഇങ്ങനെ പല പ്രാവശ്യവും പറഞ്ഞപ്പോഴും ഞാനതിനെ ജസ്റ്റ് അവോയ്ഡ് ചെയ്തത് മാത്രമേ ഉള്ളായിരുന്നു. നീ പോയി അവർ വീട്ടിൽ ഒരാൾ ഉടമ്പടി എടുത്തല്ലോ, ഇപ്പം നീ പ്രാർത്ഥിക്കുന്നത്
എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടല്ലേ, പിന്നെ ഞാനെന്തിന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ജസ്റ്റ് എന്നാൽ ഇതിവിടെ വന്നൊന്ന് കണ്ടേക്കാം. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ക്രിസ്തീയ ആചാരങ്ങളുള്ള ആളുകൾ ഞങ്ങളുടെ ചുറ്റുവട്ടത്തെല്ലാവരും ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു മതത്തെയും നമുക്ക് പുച്ഛമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ക്യൂരിയോസിറ്റി, അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഉടമ്പടി എടുക്കാനോ കാര്യത്തിനോ ഒന്നും തന്നെയല്ല വന്നത്. എന്ത് അത്ഭുതമാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഞാൻ വന്നപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ നേരം പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഉടമ്പടിയെപ്പറ്റി ഒന്ന് അറിയണമെന്ന്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എന്താണെന്ന് അറിയാൻ അവിടെ ചെന്നിരിക്കുകയും അവിടുത്തെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ വേറെ ആർക്കും ദ്രോഹം ചെയ്യുന്നൊരു കാര്യമല്ല. ഇപ്പോൾ എനിക്കോ എൻ്റെ കുടുംബത്തിനോ നമ്മുടെ സമൂഹത്തിനോ ഒരു നല്ല കാര്യം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ അത് എന്നിലൂടെ സാധിക്കട്ടെന്ന് കരുതി ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിക്കുകയും, അപ്പോൾ അത് എൻ്റെ വൈഫ് ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയിൽ വെക്കാതെ തന്നെ ഞാൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിലെ ജോലി റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം ഒരു 5 വർഷത്തിന് ശേഷം എന്നെ തിരിച്ച് വിളിച്ച് അങ്ങനെ പോകാൻ റെഡി ആയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച്, അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേർക്ക് മക്കളില്ലാത്ത ആൾക്കാരുണ്ട്, വിവാഹം നടക്കുക. എനിക്ക് 43 വയസ്സായി. എൻ്റെ അതേ പ്രായമുള്ള ഒത്തിരി പേരുടെ വിവാഹം നടക്കാത്ത ആളുകളുണ്ട്, ഒത്തിരി കടബാധ്യതയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഇന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാനിതുപോലെ പറഞ്ഞു, നീ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക്, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന്. അപ്പോൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു, ഞങ്ങൾക്കൊന്നുമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായും ആവും. ഇപ്പോൾ ഈ ഞാൻ അവിടുന്ന് ഇപ്പം 10 ദിവസത്തെ ലീവിനാണ് വന്നത്. ലീവിന് വരുന്നതിന് 2 ദിവസം മുമ്പ് വേറെ ഒരാൾ മുഖേന ഞാനിങ്ങനെ അറിഞ്ഞ ആ കുട്ടി ഗർഭിണിയാണെന്ന്. അപ്പോൾ ഒരുപക്ഷെ എന്നോട് ഇവിടുത്തെ കൃപ കൊണ്ട് ഒരുപക്ഷെ ഗർഭിണിയായെന്ന് പറയാൻ അയാൾക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് വിശേഷം ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. അതെന്ത് തന്നെയായാലും അത് അമ്മയുടെ അനുഗ്രഹം മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാതെ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ ജോലിക്ക് പോയതിന് ശേഷം പുള്ളിയെ കൊണ്ടുപോയ സ്പോൺസർ ഈ മരുന്നുകൾ കൊണ്ടുവന്ന കാരണത്താൽ ജയിലിനകത്തായി. തന്മൂലം പുള്ളിക്കാരന് ശമ്പളവും ഇല്ല, ജോലിയില്ലാതെ ഇപ്പോൾ ഒരു 7-8 മാസമായിട്ട് ഇവിടെ കഷ്ടപ്പെടുമായിരുന്നു. അത് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ അതും ഉൾപ്പെടുത്തി. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പുള്ളിയുടെ സ്പോൺസർ ജയിലിൽ നിന്ന് വെളിയിലിറങ്ങി. ഇപ്പോൾ ഈ 1 മാസത്തിനകത്ത് പുള്ളിക്കാരൻ്റെ ജോലിയുടെ ബാക്കി കാര്യങ്ങൾക്കുള്ള ഇത് സ്ഥിരത കൈവരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എൻ്റെ 1-2 സുഹൃത്തുക്കളുടെ കുടുംബ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, അപ്പോൾ അതുമൂലം അവരുടെ എല്ലാം പ്രശ്നങ്ങൾ മാറിക്കിട്ടി. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ 2 പേരും വിദേശത്തായതിനാൽ ഞങ്ങൾക്ക് ഇവിടെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ വീടുകളിൽ പറഞ്ഞിട്ട് സാമ്പത്തികമായിട്ട് പിന്നൊക്കെ നിൽക്കുന്ന ആൾക്കാരെയും രോഗികളായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ ഞങ്ങൾ സുഹൃത്തുക്കൾ വഴിയും അതല്ലാതെ തന്നെ ബന്ധുക്കൾ വഴിയും മുഖേനയൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ അടുത്തുമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ എല്ലാവരിലും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി